176 കിലോമീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള റിയാദ് മെട്രോ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉദ്ഘാടനം ചെയ്തു. 6 ലൈനുകളുള്ള മെട്രോയുടെ ആദ്യ 3 ലൈനുകളിൽ ഞായറാഴ്ച മുതൽ സർവീസ് തുടങ്ങും. ഡിസംബർ 15-ന് രണ്ടാം ഘട്ട ലൈനുകളും ജനുവരി 5-ന് മുഴുവൻ ലൈനുകളും ഇതോടെ തുറക്കും. 2 മണിക്കൂറിന് 4 റിയാൽ മാത്രമാണ് യാത്രാ ചെലവ്. അബ്ദുള്ള രാജാവിന്റെ ഭരണകാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് റിയാദ് മെട്രോ. 10 വർഷം പിന്നിട്ട കാത്തിരിപ്പിനൊടുവിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് കൊട്ടാരത്തിൽ വെച്ച് റിയാദ് മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മെട്രോയുടെ പ്രാഥമിക വിവരങ്ങൾ ഇങ്ങനെയാണ്. 6 റൂട്ടുകൾ, 176 കിലോമീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ലൈൻ, 4 സെൻട്രൽ സ്റ്റേഷനുകളടക്കം ആകെ 85 സ്റ്റേഷനുകൾ. ഇവയെ പരസ്പരം ബന്ധിപ്പിച്ച് 1000-ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്ന റിയാദ് ബസ് സർവീസുമുണ്ട്. റിയാദ് ബസ് സർവീസിന് ഉപയോഗിക്കുന്ന ദർബ് ആപ്പ് തന്നെയായിരിക്കും മെട്രോക്കും ഉപയോഗിക്കുക. 4 മണിക്കൂറിന് 4 റിയാലാണ് യാത്രാ ചാർജ്. 3 ദിവസം, ആഴ്ച, മാസം എന്നിങ്ങനെ വ്യത്യസ്ത പാക്കേജുകൾ ഇവയിൽ ലഭ്യമാണ്. ബ്ലൂ, റെഡ്, യെല്ലോ, ഗ്രീൻ, പർപ്പിൾ എന്നീ 6 നിറങ്ങളാണ് റെയിൽപാതക്കും ട്രെയിനുകൾക്കും നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഡിസംബർ 1-ന് ഞായറാഴ്ച ബ്ലൂ, യെല്ലോ, പർപ്പിൾ ലൈനുകൾ സർവീസ് തുടങ്ങും. രാവിലെ 6 മുതൽ രാത്രി 12 വരെയാണ് സർവീസ്. 2 ആഴ്ച പൂർത്തിയാകുന്ന ഡിസംബർ 15-ന് ഗ്രീൻ, റെഡ് ലൈനുകളും തുറക്കും. ജനുവരി 5-നാണ് അവസാന റൂട്ടായ ഓറഞ്ച് ലൈൻ തുറക്കുക. റിയാദ് നഗരത്തിന്റെ മുക്കുമൂലകളെ ബന്ധിപ്പിക്കുന്ന വിധത്തിലാണിത്. ഏഷ്യയിലെ ഏറ്റവും തിരക്കുള്ള അറബ് നഗരങ്ങളിൽ മുന്നിലുള്ള റിയാദിന് മെട്രോ ആശ്വാസം നൽകുമെന്നാണ് കരുതുന്നത്. 2027 ഏഷ്യൻ കപ്പ്, 2030 എക്സ്പോ, 2034 ഫിഫ വേൾഡ് കപ്പ് എന്നിവ കൂടി മുന്നിൽ കണ്ടാണ് റിയാദ് മെട്രോയുടെ വരവ്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.